ഒരു ദിവസം കർഷകൻ തൻ്റെ കൂടയിലെ ഒരാപ്പിൾ അഴുകി തുടങ്ങിയതായി കണ്ടു. പക്ഷേ അതയാൾ അവഗണിച്ചു. കൂടയിലെ ഒരാപ്പിൾ മോശമായതുകൊണ്ട് കാര്യമായി ഒന്നും സംഭവിക്കാനില്ല എന്നയാൾ ചിന്തിച്ചു. പക്ഷേ പിന്നീട് വന്ന ദിവസങ്ങളിൽ ആ മോശം ആപ്പിളിൽ നിന്ന് പകർന്ന് കൂടയിലുണ്ടായിരുന്ന മറ്റാപ്പിളുകൾ കൂടി അഴുകി തുടങ്ങിയതായി അയാൾ ശ്രദ്ധിച്ചു. വിഷമത്തോടെ അയാൾ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ അന്നേ ആ മോശമായ ആപ്പിൾ എടുത്തു മാറ്റേണ്ടതായിരുന്നു. ഇത് കണ്ട് ജിജ്ഞാസയോടെ കർഷകന്റെ മകൻ ഇങ്ങനെ ചോദിച്ചു, അച്ഛാ, എങ്ങനെയാണ് ആ ആപ്പിളിന് ഇത്രയധികം ആപ്പിളുകളെ മോശമാക്കാനായത്? ചെറുചിരിയോടെ കർഷകൻ ഒരു മോശം ആപ്പിളിന് സമീപത്തേക്ക് നല്ല ഒരു ആപ്പിൾ എടുത്തു വെച്ചതിന് ശേഷം മകനോട് പറഞ്ഞു, ശ്രദ്ധിച്ചു നോക്കൂ, ഈ അഴുകിയ ആപ്പിൾ വിനാശകാരിയാണെന്ന് ഒറ്റനോട്ടത്തിൽ മനസ്സിലാവില്ല, പക്ഷേ ആരും അറിയാതെ അത് മറ്റുള്ളവയെ മോശമാക്കും. മനുഷ്യരിലും ഇങ്ങനെയാണ്. മോശമായി സ്വാധീനിക്കുന്നവ ഉടനെ നമുക്ക് വിനാശകരമാകണമെന്നില്ല. പക്ഷേ അങ്ങനെയുള്ളവ കാലാന്തരത്തിൽ തീർച്ചയായും നമ്മുടെ സ്വഭാവ രീതികളെ മോശമാക്കും. അതിനൊപ്പം അയാൾ കൂട്ടിച്ചേർത്തു, നിന്റെ നന്മകളെ ഈ കൂടയിലെ നല്ല ആപ്പിളുകളെപ്പോലെ കാത്തു സൂക്ഷിക്കുക. ചുറ്റുമുള്ള എല്ലാവരും നമ്മുടെ കൂടയിൽ ഇടം അർഹിക്കുന്നില്ല.